ഹലോ, ദിസ് ഈസ് റിഫ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ പെയിൻറ്റിങ് വീഡിയോസിൻ്റെ ഷോർട്സ് ഇട്ടപ്പോൾ എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അക്രിലിക്കും പോസ്റ്റർ കളറും ഗുവാഷും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. അതുമല്ല, എനിക്ക് സ്ഥിരമായിട്ട് വന്നിരുന്ന കമൻസ് ആയിരുന്നു പെയിൻറ്റിങ്ങിൻ്റെ ലോങ് വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം 3 പെയിൻറ്റിങ്ങിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അക്രിലിക്കിനും ഗുവാഷിനും പോസ്റ്റർ കളറിനും ഓരോ പെയിൻറ്റിങ് വെച്ചിട്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അക്രിലിക്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജെല്ലി അക്രിലിക്സ് ആണ് കേട്ടോ. ഇത് തൂവി ആർട്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ആരെങ്കിലും ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഫാത്തിമ13 എന്ന് പറഞ്ഞ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അക്രിലിക്കും ഗുവാഷും പോസ്റ്റർ കളറും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ചിലവർക്ക് തോന്നാറുണ്ട്. കാരണം അതിൻ്റെയൊക്കെ ലെയറിങ് സിമിലറാണ് ഏകദേശം. എന്നാലും അതിൻ്റേതായ ഡിഫറൻസുകൾ ഉണ്ട് കേട്ടോ ഓരോ മീഡിയത്തിനും. ഇവർ 3 തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ 3 പേരും വാട്ടർ ബേസ്ഡ് മീഡിയംസ് ആണ്. നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് തിക്കാക്കാനും തിന്നാക്കാനും, അതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ വാട്ടറാണ് യൂസ് ചെയ്യുക പെയിൻറ്റിങ്ങിന്, ക്ലീൻ ചെയ്യാനും ഒക്കെ. ബട്ട് അക്രിലിക് ഡ്രൈ ആവുമ്പോൾ പെർമനൻ്റ് ആണ്. അതായത് ഒരു പ്രാവശ്യം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളമാക്കിയിട്ട് നമുക്ക് അതിനെ റീആക്ടിവേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല, അത് ഇളകി പോരൊന്നുമില്ല. പിന്നെ അക്രിലിക് ബ്ലെൻഡ് ചെയ്യാൻ പെട്ടെന്ന് ചെയ്യണം എന്നാണ് പറയുക. കാരണം പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് മീഡിയ ആണ് അക്രിലിക്. ഇപ്പോൾ ക്യാൻവാസിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചും കൂടി അധികം ടൈം കിട്ടും, അത്ര പെട്ടെന്ന് ഡ്രൈ ആവില്ല. ബട്ട് പേപ്പറിലാണെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്തിട്ട് അത് ഡ്രൈ ആയിപ്പോവും. അപ്പം ബ്ലെൻഡ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് വേണം വർക്ക് ചെയ്യാൻ അക്രിലിക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പിന്നെ അക്രിലിക് ഡ്രൈ ആയാൽ പെർമനൻ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്ക് അതിൻ്റെ മേലെ അടുത്ത ലെയറായിട്ട് ചെയ്തിട്ട് ആ മിസ്റ്റേക്ക് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു മീഡിയം കൂടിയാണ് അക്രിലിക്. പെട്ടെന്ന് പഠിച്ചെടുക്കാനും അതുപോലെ തന്നെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതുകൊണ്ട് ഭയങ്കര ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു മീഡിയ ആണ്. പിന്നെ അക്രിലിക് ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡാർക്ക് ടു ലൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് ലെയർ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇളകാത്തത് കൊണ്ട് ഫസ്റ്റ് ഡാർക്ക് ലെയർ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഹൈലൈറ്റ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. യൂഷ്വലി അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്, ഞാനും അങ്ങനെയാണ് ചെയ്യൽ. കാരണം അത് കുറച്ചുകൂടി സിമ്പിൾ ആൻഡ് ഈസിയർ വേ ഓഫ് പെയിൻറ്റിംഗ് ആണ്. ആ ഒരു ഒബ്ജക്റ്റ് എന്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്യണത് അതിനെ കംപ്ലീറ്റ് നമ്മളൊരു ഡാർക്കോ അല്ലെങ്കിൽ ഒരു മീഡിയം കളറോ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഇപ്പോൾ ഈ ഒരു മൗണ്ടെയിൻ ഞാൻ ചെയ്ത പോലെ ഫസ്റ്റ് ഒരു ഡാർക്ക് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മേലെ ലൈറ്റർ ഷെയ്ഡ്സ് വെച്ചിട്ട് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് തീരുമ്പോൾ വീണ്ടും ഡാർക്ക് ലെയേഴ്സ് വേണം അല്ലെങ്കിൽ കുറച്ചുകൂടി കോൺട്രാസ്റ്റ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ കുറച്ചുകൂടി ഡാർക്ക് ലെയേഴ്സ് ആഡ് ചെയ്തും ഈ ഒരു ഡാർക്ക് ഗ്രീൻ ബ്ലാക്കിഷ് ലെയർ ആഡ് ചെയ്ത പോലെ. പിന്നെ അക്രിലിക്കിന് ഡ്രൈയിങ് പ്രോസസ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചധികം ടൈം നമുക്ക് ഡ്രൈ ആവാതെ കിട്ടാൻ വേണ്ടിയിട്ട് റിട്ടാർഡ് എന്ന് പറഞ്ഞൊരു മീഡിയം ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മിക്സ് ചെയ്താൽ ആ ഒരു കളറ് കുറച്ചും കൂടി അധികം നേരം ഡ്രൈ ആവാതെ കിട്ടും. അപ്പോൾ നമുക്ക് ബ്ലെൻഡൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം, പ്രത്യേകിച്ച് വലിയ ക്യാൻവാസിലൊക്കെ ചെയ്യുമ്പോൾ. വേറൊരു സംഭവം ഉള്ളത് ജെൽ മീഡിയം എന്ന് പറഞ്ഞിട്ടൊരു മീഡിയം അവൈലബിൾ ആണ്. അത് അക്രിലിക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാതെ തിക്കായിട്ട് തന്നെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പൊതുവേ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. അത് വേണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല, നമ്മളെ കൺവീനിയൻറ്റിനനുസരിച്ച് നമുക്കതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അക്രിലിക് ലോട്ട് ഓഫ് സർഫേഴ്സുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അക്രിലിക് വെച്ചിട്ട്. ക്യാൻവാസ്, പേപ്പർ, അതുപോലെ വുഡ്, ഈവൻ ഫാബ്രിക്സും ക്ലോത്ത്സും വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ യൂഷ്വലി അതൊരു സ്ലൈറ്റായിട്ട് ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷാണ് ഉണ്ടാവുക അക്രിലിക് പെയിൻറ്റ്സ് ഡ്രൈ ആയാൽ. ബട്ട് ചില റെയർ കേസസിൽ ഇങ്ങനെ മാറ്റ് ഫിനിഷ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്യുന്ന പെയിൻറ്റ്, ഈ ഒരു പെയിൻറ്റ് ഡ്രൈ ആയാൽ ഒരു മാറ്റ് ഫിനിഷാണ് എനിക്ക് കിട്ടൽ. ഗുവാഷൊക്കെ ഡ്രൈ ആയാലുള്ള പോലത്തെ ഒരു മാറ്റ് ഫിനിഷാണ് കിട്ടാറ്. അപ്പോൾ ചില ബ്രാൻഡും അതുപോലെ തന്നെ ചില പ്രോഡക്റ്റും അനുസരിച്ച് ആ ഒരു ഫിനിഷ് മാറ്റം ഉണ്ടാവും കേട്ടോ. ഇവരുടെ തന്നെ ട്യൂബിലുള്ള പെയിൻറ്റ് ഉണ്ട്, അത് കുറച്ചുകൂടി ഗ്ലോസി ആയിട്ടാണ് ഡ്രൈ ആവുക. സോ ദ നെക്സ്റ്റ് മീഡിയം ഈസ് ഗുവാഷ്. ഗുവാഷ് വളരെ റീസെൻ്റ് ആയിട്ട് പോപ്പുലറായ ഒരു മീഡിയ ആണ് കേട്ടോ. ഇവിടെ അഗെയിൻ ഞാൻ ഹിമിയുടെ ഗുവാഷാണ് യൂസ് ചെയ്യുന്നത്. ട്യൂബിലുള്ള ഗുവാഷാട്ടോ യൂസ് ചെയ്യുന്നത്. ട്യൂബിലുള്ള ഗുവാഷ് എനിക്ക് കുറച്ചുകൂടി പിഗ്മെൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. അവരുടെ ജെല്ലി ഗുവാഷ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് കുറച്ചധികം ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് ആക്ടിവേറ്റ് ഒക്കെ ചെയ്ത് എടുത്തിട്ട് വേണം. അതുകൊണ്ട് ഞാൻ ട്യൂബിലുള്ള യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ പിഗ്മെൻറ്റ് കണ്ടോ, ഈ ഓറഞ്ചൊക്കെ നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പം ട്യൂബിലുള്ളത് കുറച്ചുകൂടി പിഗ്മെൻറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഗുവാഷ് എന്ന് പറയുന്നത് ഐ ഫീൽ ലൈക്ക് അക്രിലിക്കിൻ്റെയും വാട്ടർ കളറിൻ്റെയും ഒരു
ഹൈബ്രിഡ് പോലെ മിഡിലിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. അതായത് ഇത് വാട്ടർ ബേസ്ഡ് പെയിൻറ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന 3 മീഡിയവും വാട്ടർ ബേസ്ഡ് ആണ്. വാട്ടർ യൂസ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യാം, വാട്ടർ യൂസ് ചെയ്തിട്ട് റിയാക്ടിവേറ്റ് ചെയ്യാം. അതാണ് ഗുവാഷിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് അക്രിലിക്കിൽ നിന്ന്. അത് ഗുവാഷിൻ്റെ വാട്ടർ കളർ ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ആട്ടോ. ഇത് വാട്ടർ കളറിന് ഡിഫറൻറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഒപ്പേക്ക് ആൻഡ് മാറ്റ് ആണ്. വാട്ടർ കളർ പൊതുവേ ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ വാട്ടർ കൂടുതൽ ആഡ് ചെയ്താൽ നമുക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഗുവാഷ് അങ്ങനെയല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര ഒപ്പേക്ക് ആയിട്ടുള്ള ലെയേഴ്സാണ്. ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അടിയത്തെ ലെയേഴ്സിനെ കവർ ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഫിനിഷാണ് വരുന്നത്. ചിലത് സെമി ഒപ്പേക്ക് ഓർ സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതുണ്ട് പിഗ്മെൻറ്റ്സ്, ബട്ട് സ്റ്റിൽ ഒരുവിധം എല്ലാ പിഗ്മെൻറ്റ്സും ഗുവാഷിൽ ഒപ്പേക്കാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ യൂസ് ചെയ്തിട്ട് ഗുവാഷിനെ നമുക്ക് റിയാക്ടിവേറ്റ് ചെയ്യാം, ഈവൻ അത് ഉണങ്ങിക്കഴിഞ്ഞാലും. അതാണ് ഗുവാഷിനെ അക്രിലിക്കിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്ന ഒരു മെയിൻ ഫീച്ചർ കേട്ടോ. അതായത് ഉണങ്ങിക്കഴിഞ്ഞാലും വെള്ളം ആഡ് ചെയ്താൽ ഗുവാഷ് റിയാക്ടിവേറ്റ് ആവും. ഈവൻ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ പെയിൻറ്റിങ് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇളകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ പാലറ്റിലുള്ള ഒരുവിധ ഗുവാഷ് പെയിൻറ്റ്സ് ഒന്നും കഴുകി കളയാറില്ല കേട്ടോ. പൊതുവേ പാലറ്റിങ് ക്ലീൻ ആക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്, ഈവൻ അക്രിലിക് ആണെങ്കിലും. ബട്ട് ഗുവാഷ് വാട്ടർ ചെയ്താൽ വീണ്ടും റിയാക്ടിവേറ്റ് ആവുന്നത് കൊണ്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാലും നമുക്ക് അടുത്ത ദിവസം ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ സെയിം പാലറ്റിൽ നിന്ന് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ആ കംപ്ലീറ്റ് പെയിൻറ്റ് നമുക്ക് റിയാക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ട്യൂബിൽ നിന്ന് ഫ്രഷ് ആയിട്ട് എടുക്കുന്ന അത്ര ഒരു ഫിനിഷ് കിട്ടില്ല. ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും, സ്റ്റിൽ ഇറ്റ് വർക്ക്സ്. പിന്നെ ഈ റിയാക്ടിവേറ്റ് ആവുന്ന പ്രോപ്പർട്ടി കാരണം തന്നെ ഗുവാഷിൽ ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ലൈറ്റ് ഹാൻഡ് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് ഓരോ ലെയർ ആഡ് ചെയ്യുമ്പോഴും നമ്മൾ ബ്രഷിൽ വളരെ കുറച്ച് പ്രഷർ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല പ്രഷറിൽ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ നല്ല വാട്ടർ ആയിട്ട് ആഡ് ചെയ്താലൊക്കെ താഴെയുള്ള ലെയർ ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പേഷ്യൻസോട് കൂടിയിട്ട് മെല്ലെ വേണം ഓരോ ലെയറും ആഡ് ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ വാട്ടർ കളറിൽ ചെയ്യുന്ന പോലെ വെള്ളം വെച്ചിട്ട് ഒപ്പിയെടുത്ത് ഒരു പരിധി വരെ മിസ്റ്റേക്സ് കവർ ചെയ്യാൻ പറ്റുമെങ്കിലും അക്രിലിക്കിൽ അത്ര വൃത്തിക്ക് നമുക്ക് മിസ്റ്റേക്സ് കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഗുവാഷ് നമുക്ക് വാട്ടർ കളർ ലെയർ ചെയ്യുന്ന പോലെ ലെയർ ചെയ്യാം. കുറേ വാട്ടർ ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ലൈറ്റ് ഏരിയാസ് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഡാർക്ക് ലെയേഴ്സ് കൊടുക്കാം, ജസ്റ്റ് ആസ് ഇൻ വാട്ടർ കളേഴ്സ്. അതല്ല ഇങ്ങനെ അക്രിലിക് ലെയർ ചെയ്യുന്ന പോലെ ലെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഡാർക്ക് ലെയേഴ്സ് ഫസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ലൈറ്റ് ലെയേഴ്സ് ആഡ് ചെയ്ത് കൊണ്ടുവരാം. എനിക്ക് ഈ ഒരു മെത്തേഡാണ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ ഇങ്ങനെയാണ് കേട്ടോ വരക്കാറ്. വാട്ടർ കളർ ചെയ്യുന്ന പോലെ ഞാൻ ബാക്ക്ഗ്രൗണ്ട്സിലാണ് അധികവും കുറേ വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്യാറ്. ഈ 2 രീതിക്ക് ലെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു മീഡിയ ആട്ടോ ഗുവാഷ്. അതുകൊണ്ട് തന്നെ ഈ അടുത്തായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ ഇടയിൽ പോപ്പുലാരിറ്റി കിട്ടിയ ഒരു മീഡിയം കൂടിയാണ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ വാട്ടർ ആഡ് ചെയ്തിട്ടൊക്കെ ലെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇങ്ങനെ തിൻ ഡീറ്റെയിൽസൊക്കെ അക്രിലിക്കിനേക്കാളും കൂടുതൽ ഷാർപ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടോ. എനിക്ക് പേഴ്സണലി ഉള്ള ഒരു ഒപ്പീനിയനാണത്. അപ്പോൾ ഗുവാഷ് പെയിൻറ്റിങ്സ് ഡ്രൈ ആവുന്നത് ഒരു ബ്യൂട്ടിഫുൾ മാറ്റ് വെൽവെറ്റ് ഫിനിഷിലേക്കാട്ടോ. നെക്സ്റ്റ് ഈസ് പോസ്റ്റർ കളേഴ്സ്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെ പോസ്റ്റർ കളറാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ബട്ട് ഞാൻ എൻ്റെ ഒരു ഷോർട്സിൽ പറഞ്ഞ പോലെ ഒരിക്കലും നിങ്ങളതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് പോസ്റ്റർ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ബട്ട് അത് ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു മീഡിയ ആണ് കേട്ടോ ഇത് ലെയർ ചെയ്യാൻ കുറച്ച് ട്രിക്കിയാണ്. ബട്ട് അതിൻ്റെ ആ ഒരു കളർ പേ ഓഫും അതിൻ്റെ ടെക്സ്ചറൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ കുറച്ച് കളർ എടുക്കുമ്പോൾ തന്നെ അടിപൊളി പിഗ്മെൻ്റ് ആയിട്ട് കിട്ടും. പോസ്റ്റർ കളറും എഗെയിൻ വാട്ടർ ബേസ്ഡ് മീഡിയ ആണ്. പിന്നെ ഗുവാഷ് പോലെ തന്നെ ഒപ്പേക്ക് ആണ്. ബട്ട് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ചോക്കി ആയിട്ടാണ് ഉള്ളത്. അതായത് ഒരു ചോക്ക് ഫിനിഷ്, ചോക്ക് പെയിൻസ് ഒക്കെ ഉണ്ട് ശരിക്കും. നമ്മൾ ബോർഡിൽ വരക്കുന്ന ചോക്കില്ലേ, ആ ചോക്കാണ് കേട്ടോ. അങ്ങനത്തെ ഫിനിഷുള്ള പെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചോക്കി ആയിട്ടുള്ള കുറച്ചൊരു പൗഡേർഡ് ഫിനിഷുള്ള ഒരു മീഡിയ ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് ലെസ് പിഗ്മെൻറ്റഡ് കമ്പയർ ടു ഗുവാഷ് എന്നാണ് പറയുന്നത്. ശരിയാണ്, ഗുവാഷിൻ്റെ അത്ര പിഗ്മെൻ്റ് ഇല്ല. ബട്ട് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി കൊണ്ടാണോ അതോ ടെക്സ്ചർ കൊണ്ടാണോ എന്താണെന്നറിയില്ല, കുറച്ച് പെയിൻറ്റ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഫിനിഷ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്തു. എനിക്ക് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടാട്ടോ ഫീൽ ചെയ്ത്. മേ ബി ബ്രാൻഡ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത ആയിരിക്കും. പിന്നെ ഗുവാഷിൽ നമ്മൾ പറഞ്ഞ അതേ ഒരു
സംഭവം ഇതിലുണ്ട്. ഇത് വാട്ടർ റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. വാട്ടർ ആഡ് ചെയ്താൽ ഡ്രൈ ആയി കഴിഞ്ഞാലും അത് റീആക്ടിവേറ്റ് ആവും. പാലറ്റിൽ നിന്നും അതുപോലെ പെയിൻറ്റിങ്ങിൽ നിന്നൊക്കെ റീആക്ടിവേറ്റ് ആവും. അത് കുറച്ച് അധികം ആവും. അതായത് ഗുവാഷിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അധികം പെട്ടെന്ന് റീആക്ടിവേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞില്ലേ ഇത് കുറച്ച് ട്രിക്കിയാണ് ലെയർ ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. നമ്മൾ ലെയർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ലെയർ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അടിയത്തെ ലെയറുമായിട്ട് ബ്ലെൻഡ് ആവും. അത് റീആക്ടിവേറ്റ് ആവും. നമ്മൾ വിചാരിച്ച് ഫിനിഷ് ചെയ്യാവില്ല കിട്ടുക. അപ്പോൾ ശരിക്കും ഈ ഗുവാഷും പോസ്റ്റർ കളറൊക്കെ ലെയർ ചെയ്യുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഏറ്റവും ലൂസായിട്ടുള്ള ലൈറ്റായിട്ടുള്ള വാഷ് ആഡ് ചെയ്യുക. എന്നിട്ട് അടുത്ത ലെയർ കുറച്ചുകൂടി തിക്കാക്കുക. പിന്നെ ആഡ് ചെയ്യുന്ന ലെയർ കുറച്ചുകൂടി തിക്കാക്കുക. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഗുവാഷും പോസ്റ്റർ കളറൊക്കെ ലെയർ ചെയ്യാൻ. അതായത് ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരച്ചില്ലേ, ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ മാക്സിമം വാട്ടർ ആഡ് ചെയ്തിട്ട് ലൂസ് കൺസിസ്റ്റൻസി ഉള്ള പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് വരച്ചത്. എന്നിട്ട് അത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മൗണ്ടെയിൻ വരച്ചപ്പോൾ ഞാൻ കുറച്ചും കൂടി തിക്കർ, അതിനെക്കാട്ടിലും കുറച്ചും കൂടി തിക്കർ കൺസിസ്റ്റൻസി ഉള്ള പെയിൻറ്റാണ് യൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന ലെയർ മുന്നത്തെ ലെയറിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ തിക്കറായിട്ടുള്ള ലെയേഴ്സ് ആവുക. അങ്ങനെ ആവുമ്പം അതിൻ്റെ മുന്നത്തെ ലെയർ ഇളകിപ്പോരാനുള്ള ചാൻസ് കുറവാണ്. കാരണം അതൊരു തിന്നർ ലെയർ ആകുമ്പോൾ പേപ്പർ ഒന്നും കൂടി അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അത്ര പെട്ടെന്ന് റിയാക്ടിവേറ്റ് ആയി ഇളകിപ്പോരില്ല. പിന്നെ ബ്രഷിൽ കുറച്ച് ലൂസ് പെയിൻറ്റ്സ് ഉണ്ടെങ്കിലാണ്, വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിലാണ് അതിൻ്റെ മുന്നത്തെ ലെയർ ഇളകിപ്പോരുക. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴും ആ ഒരു പെയിൻറ്റിൻ്റെ തിക്നെസ് കൂട്ടി കൊണ്ടുവരിക ചെയ്യാം. ഇത് ശരിക്കും ഗുവാഷിലും അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഗുവാഷിൽ അങ്ങനെ ശ്രദ്ധിക്കില്ല. ബട്ട് പോസ്റ്റർ കളർ ചെയ്യുമ്പോൾ ഞാനത് മാക്സിമം ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ മീഡിയം വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് ലെയർ യൂസ് ചെയ്തിട്ടാണ് ഒരു പെയിൻറ്റിങ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ കുറച്ച് ലെയേഴ്സ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് തിക്കർ പെയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് മെല്ലെ ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഞാൻ കുറേ ഡീറ്റെയിൽസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ പെയിൻറ്റിങ്സിലൊക്കെ എങ്ങനെയായാലും കുറേ ഡീറ്റെയിൽസ് അറിയാതെ വന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് പോസ്റ്റർ കളറിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. പിന്നെ ഗുവാഷും അക്രിലിക്കും വെച്ച് നോക്കുമ്പോൾ പോസ്റ്റർ കളർ ഡ്രൈ ആയാൽ കുറച്ചും കൂടി ഒരു ഡൾ ഫിനിഷിലേക്കാട്ടോ പോവുക. കുറച്ചൊന്ന് വൈബ്രൻസി കുറഞ്ഞിട്ട് ഒരു ഡൾ ഫിനിഷിലാണ് അത് ഡ്രൈ ആവുക. എഗെയിൻ വാട്ടർ വെച്ച് റിയാക്ടിവേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിരിക്കണമെങ്കിൽ വാട്ടർ കളറിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കുണ്ട്. ഞാൻ ഗുവാഷിൽ പറഞ്ഞിരുന്നു. നമ്മൾ ഒരു ബ്രഷിൽ കുറച്ച് വെള്ളമുള്ള ബ്രഷ് വെച്ചിട്ട് ആ ഒരു ഏരിയ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒരു പ്ലെയിൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അത് ഒപ്പിയെടുക്കുക. ഇത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പേപ്പറിൻ്റെ തിക്നെസ്സിനെ ബാധിക്കും. അത്യാവശ്യം തിക്നെസ് ഇല്ലാത്ത പേപ്പർ ആണെങ്കിൽ നിങ്ങളെ പെയിൻറ്റിങ് ഒന്നൊക്കെ കേടുവരും. എന്നിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ കറക്ഷൻ അത് ചെയ്യാം. ഇതൊരു പരിധി വരെ വാട്ടർ കളറിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഗുവാഷിലും പോസ്റ്റർ കളറിലും യൂസ് ചെയ്യാം. പോസ്റ്റർ കളർ ഒന്നും കൂടി പെട്ടെന്ന് റിയാക്ടിവേറ്റ് ആവുന്നതുകൊണ്ട് ഇത് എത്രത്തോളം വർക്ക് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അക്രിലിക്കിനെ പോലെ മിസ്റ്റേക്സ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത രണ്ട് മീഡിയ ആട്ടോ ഗുവാഷും പോസ്റ്റർ കളറും. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ മൂന്ന് മീഡിയത്തിനും അതിൻ്റേതായ ബെനിഫിറ്റ്സും അതിൻ്റേതായ ഡിഫറൻസുകളും അതിൻ്റേതായ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 ഡിഫറെൻറ്റ് മീഡിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാത്തിലും സിമിലറായിട്ട് നമുക്ക് ലെയർ ചെയ്യാൻ പറ്റും ഡാർക്ക് ടു ലൈറ്റിലേക്ക്. ബട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി ഗുവാഷിലും പോസ്റ്റർ കളറിലും ശ്രദ്ധിക്കണം. അക്രിലിക്കിൽ അത് ഒന്നാകെ ഡ്രൈ ആവുന്നതുകൊണ്ട് അത്ര ബാധിക്കില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളെ പെയിൻറ്റിങ് അനുസരിച്ചും നിങ്ങളെ കൺവീനിയൻസ് അനുസരിച്ചും അതിൻ്റെ മൂഡ് അനുസരിച്ചൊക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. See you in the next video. Thank you so much for watching.